കാലവർഷം, അതല്ലെങ്കിൽ ചൂടുകാലം, തണുപ്പ് കാലം, കഠിന ചൂട്, കഠിന തണുപ്പ്, കാറ്റ്, മഴ, ഇതെല്ലാം കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന അള്ളാഹു വരുത്തുന്നതായിരിക്കുന്ന മാറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാലാവസ്ഥയിലെ മാറ്റങ്ങളെയോ നമുക്ക് അനുകൂലമാവട്ടെ പ്രതികൂലമാവട്ടെ അതിൻ്റെ പേരിൽ നമ്മൾ എന്തെങ്കിലും മുടക്കങ്ങളോ ചീത്തവാക്കുകളോ കുത്തുവാക്കുകളോ ആക്ഷേപങ്ങളോ ശാപങ്ങളോ ഒന്നും പറയാൻ പാടില്ല. കാരണം അള്ളാഹു പറഞ്ഞ ഖുദ്സിയായ ഹദീസാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. ഇബ്നു ആദം, ബനു ആദം എന്നെ ഇങ്ങനെ ആക്ഷേപിക്കുന്നു. വാക്കിന്റെ അർത്ഥം ഉപദ്രവിക്കുക എന്നാ. അള്ളാഹിനെ ഉപദ്രവിക്കാൻ നമുക്ക് കഴിയൂല. അതുകൊണ്ട് പിന്നെ അതിന് ആ വാക്ക് അർത്ഥം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താ അവൻ ചെയ്യുന്നത്? യസുബുദ്ദഹ്റ, കാലത്തെ അവൻ പഴിക്കുന്നു. കാലത്തെ പഴിക്കുക, അത് ഭൗതിക കാര്യത്തിന് മാത്രമേ ഉള്ളൂ. അല്ല, ആത്മീയ കാര്യങ്ങൾക്കേ ഉള്ളൂ. ഭൗതിക കാര്യത്തിനൊന്നും പ്രശ്നമല്ല. അയാൾ അന്യൻ്റെ ദുബൈ പോകേണ്ടുന്നത് ഭയങ്കര മഴയായിരുന്നു. മഴയോട് ദുബൈ പോകാത്തോണ്ട, ഇവിടെ ഭയങ്കര മഴയാന്ന്, അതുകൊണ്ട് ഞാൻ ദുബൈയിൽ നാട്ടിലേക്ക് വരുന്നില്ല. ഉണ്ടാ ഇല്ലാത്ത ഭൗതിക കാര്യമാണ്. ഇപ്പൊ നമ്മോട് ചോദിക്കാന്ന്, അല്ല എന്തേ ഖുർആൻ ക്ലാസ് വരാണ്ടുണ്ട്? മഴയല്ലേ, ഭയങ്കര മഴയല്ലേ, എന്നാ പിന്നെ മംഗളത്തിന് പോകാണ്ടിരിക്കാൻ പറ്റുമോ? അത് പിന്നെ ഓനെന്താ വിചാരിക്കുക? ആര്? ഈ പുരക്കാരൻ, കുടുംബക്കാരൻ. അപ്പൊ അള്ളെന്താ വിചാരിക്കുക? അള്ള എന്തെങ്കിലും വിചാരിച്ചോട്. ഏയ് ജുമാക്കിന്റെ നേരത്തെ വരാണ്ട് മഴയോണ്ട് മഴ ഷോപ്പ് അടക്കാൻ കഴിയണ്ടേ അല്ലേ? നീ 10 മണിക്ക് എത്തണട്ടാ. കടലാസ് ശരിയാവണമെങ്കിൽ എന്ന് പറഞ്ഞാൽ 9:15 ലൈനിൽ നിൽക്കും നമ്മള്. കാരണം എന്താ? ദുനിയാവിന്റെ കാര്യമാണ്. അപ്പൊ കല്യാണങ്ങള്, നമ്മുടെ ഭൗതിക കാര്യങ്ങൾ, ഇതിലൊന്നും മഴയോ മറ്റേ കാറ്റോ തണുപ്പോ ചൂടോ ഒന്നും തടസ്സമല്ല. ആത്മീയ കാര്യങ്ങൾക്ക് ഇതെല്ലാം തടസ്സമാകുന്നു. എന്നിട്ട് നമ്മൾ മഴനെ ആക്ഷേപിക്കുക, ഭയങ്കര കാറ്റല്ല, അള്ളാഹ് ജീവിതത്തിൽ ഇമ്മാതിരി കാറ്റ് നമ്മൾ കണ്ടിട്ടില്ല. ആക്ഷേപിക്കാൻ പാടില്ല. അതെല്ലാം ഇന്നി അനദ്ദഹർ, ഞാനാകുന്നു കാലം, എന്റെ കയ്യിലാകുന്നു അതിന്റെ ഉടമാവകാശം. ശൈഖന്മാരെ കയ്യിലല്ല. ബിയദിയൽ അംറു. കണ്ടാ, അള്ള പറയാന്ന് എന്റെ കയ്യിലാന്ന്, ഇവന്മാര് പറയാന്ന് ഓറെ കയ്യിലാന്ന്. ഏതാ ശരി? ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാവും പകലും മാറ്റി മറിക്കുന്നവൻ ഞാനാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഞാനാകുന്നു രാവും പകലും മാറ്റി മറിക്കുന്നവൻ. അതുകൊണ്ട് കാലത്തെ പഴിക്കുക, കാലാവസ്ഥയെ ശപിക്കുക, ആക്ഷേപിക്കുക, പഴി പറയുക, ചീത്ത പറയുക നമ്മുടെ അസൗകര്യങ്ങളായി തീരുന്നു എന്നതുകൊണ്ട് ഒരു നിലക്കുമുള്ള ഒരു മനസ്താപവും ആ വിഷയത്തിൽ പാടില്ല. പിന്നീട് നമുക്ക് പ്രാർത്ഥിക്കാം, വലിയ വിഷമോ ബുദ്ധിമുട്ടൊക്കെ ആവുകയാണെങ്കിൽ. കാരണം അതുകൊണ്ട് ശക്തമായ കാറ്റ് ദിവസങ്ങളോട് അടിച്ചാൽ പുറത്തിറങ്ങാൻ കഴിയില്ല, ശക്തമായ മഴയാണെന്ന് കഴിയില്ല. അത് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. കാലാവസ്ഥയിൽ മാറ്റം വരുമ്പോൾ റസൂലുള്ള ഭയപ്പെടാറുണ്ട്. അത് ഹദീസിൽ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ട്, കാലാവസ്ഥയിൽ മാറ്റം വരുമ്പോൾ ഭൗതിക കാര്യം കൊണ്ട് അല്ല മുഹമ്മദ് നബി പേടിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാലാവസ്ഥയിൽ മാറ്റം വരുമ്പോൾ മുഹമ്മദ് നബി അകത്തേക്ക് പ്രവേശിക്കും, പുറത്തേക്കും കടക്കും, ഒരു അസ്വസ്ഥവനായവനെ പോലെ. ഞാൻ ചോദിച്ചു, അല്ലയോ നബിയെ ഇതെന്താണ്? അപ്പൊ റസൂലുള്ള പറഞ്ഞു, ആയിഷ, മുൻ സമൂഹത്തിൽ പലരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റ് കൊണ്ടും മഴ കൊണ്ടുമാണ് നശിപ്പിച്ചത്. അവിടെ നമ്മൾ പേടിക്കണ്ടേ? മുൻ സമൂഹത്തിൽ പലരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാമാവശേഷമാക്കിയത് ശക്തമായ കാറ്റ് കൊണ്ടും മഴ കൊണ്ടുമാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ ഉർസിലത് ബിഹി വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ഫീഹാ വ ശർരി മാ ഉർസിലത് ബിഹി. അല്ലാഹുവേ, ഈ നിയോഗിക്കപ്പെട്ട കാറ്റ് മഴയിൽ നിന്ന് ഞാൻ ഇതാ അതിന്റെ ഖൈർ ചോദിക്കുന്നു, അതിന്റെ നന്മ നിന്നോട് ആവശ്യപ്പെടുന്നു, അതിന്റെ തിന്മയിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുകയും ചെയ്യുന്നു എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അല്ലാണ്ട് ഈ തരം ആത്മീയ കാര്യങ്ങൾക്കൊക്കെ മുടക്കം, ഭൗതിക കാര്യങ്ങൾക്ക് മഴ പ്രശ്നമല്ല, അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ആള് പലരും പറയും, ഇത് മഴയാന്ന്, പുറത്തിറങ്ങാൻ കഴിയണ്ടേ,